നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് മനസ്സിലായി. ഇന്നിപ്പോ എന്താണ്ടായ അച്ഛാ? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്നതൊക്കെ നല്ല എക്സസൈസാ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബാഡ് ഒമൻ. ഒരു ദുസ്സൂചനയാണ്. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അച്ഛൻ വ്യക്തമായിട്ട് പറ. സി വർഷ, ഇന്നത്തെ അവന്റെ പബ്ലിക് റിലേഷന്റെ സ്റ്റൈല് കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഓരോ റാങ്കിലുള്ള ആൾക്കാരുമായി എങ്ങനെ പെരുമാറണമെന്നും അവരോട് എന്ത് സംസാരിക്കണമെന്നും അവന് നല്ല നിശ്ചയമാണ്. ഇതുവരെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാനൊരു 10 ദിവസം മാറി നിന്നാൽ ഈ കമ്പനി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന്. പക്ഷെ അതെന്റെ ഒരു അബദ്ധധാരണയായിരുന്നു എന്ന് ഇന്ന് ബോധ്യമായി. സന്ദീപ് കമ്പനിയുടെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആയാൽ എനിക്ക് പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് വീട്ടിലിരിക്കാം. അപ്പോ എല്ലാം കൊണ്ടും പ്രശ്നമാണല്ലോ അച്ഛാ. പ്രശ്നമാണ്. ഇപ്പൊ അവൻ ആക്റ്റീവ് ആകുന്നത് മാത്രമല്ല പ്രശ്നം, ശ്രീകല ആലോചിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന ആ കല്യാണമില്ലേ, അതും പ്രശ്നമാണ്. അത് മുടക്കാൻ സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ അവരെല്ലാം ഈ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാ. എന്റെ തടസ്സങ്ങൾ തള്ളിക്കളഞ്ഞ് അവര് കല്യാണത്തിന് സമ്മതിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ വീണ്ടും അപകടത്തിലാവും. ചെകുത്താനും കടലിനും നടുക്കാവും നമ്മൾ. ഈ അപകടങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒഴിവാവുന്നൊരു വഴിയുണ്ട്. എന്താ അത്? ശ്രീകലാമ്മയെ ധിക്കരിച്ച് സന്ദീപ് പൂക്കാരിയെ കല്യാണം കഴിക്കുന്നത്. അതുവഴി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും. എങ്ങനെ? സന്ദീപ് പൂക്കാരിയെ വിവാഹം കഴിക്കുന്നതോടെ ശ്രീകലാമ്മ ആലോചിക്കുന്ന ഈ കല്യാണത്തിന്റെ സാധ്യത എന്നേക്കുമായിട്ട് അടയും. അതുപോലെ സന്ദീപ് ശ്രീകലാമ്മയുടെ വാക്ക് ധിക്കരിച്ചാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും ശ്രീകലാമ്മ അത് പൊറുക്കില്ല. ശ്രീകലാമ്മയോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരാൻ സന്ദീപും ശ്രമിക്കില്ല. അതുകൊണ്ട് ശ്രീകലാമ്മയെ ധിക്കരിച്ച് കല്യാണം നടത്താനുള്ള സാഹചര്യം നമ്മൾ തന്നെ സന്ദീപിന് ഒരുക്കി കൊടുക്കണം. അതുവഴി അവനെയും ശ്രീകലാമ്മയും നമ്മൾ തെറ്റിക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. നോക്കാം, ശ്രമിക്കാം നമുക്ക്. സൗപർണിക, വാ. എന്ത് പറ്റി? സ്നാക്സ് വല്ലതും വേണോ? വാ. ഇരിക്ക് ദേവൂട്ടി. എന്താ ദേവൂട്ടി? അച്ഛാ, എന്താ മോളെ? സുരേന്ദ്രേട്ടനെ സന്ദീപ് തല്ലിച്ചത് സന്ദീപ് അല്ലെന്ന ദേവൂട്ടി പറയുന്നത്. അത് സന്ദീപ് നിരപരാധിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞങ്ങളെക്കാളധികം സന്ദീപിനെ മനസ്സിലാക്കിയ ആളല്ലേ സൗപർണിക. അങ്ങനെയുള്ള സൗപർണികയ്ക്ക് ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലായിരുന്നു. അവിടെയാണ് തകരാറ്. ചെയ്യാത്ത തെറ്റിന്റെ പേരും പറഞ്ഞ് നിങ്ങളൊക്കെ മുഖം കറുപ്പിച്ചപ്പോ ആ പാവം വല്ലാതെ തകർന്നുപോയി. ക്ഷമ പറയേണ്ടത് ഞങ്ങളോടല്ല, സന്ദീപിനോടാണ്. എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലെന്ന് പറഞ്ഞാണ് അവൻ ഇവിടുന്ന് പോയത്. വീട്ടിലെത്തിയോ വേറെ എവിടെയെങ്കിലും പോയോ എന്നൊന്നും അറിയില്ല.
ദേവുട്ടി വിഷമിക്കണ്ട, ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ദേവുട്ടി സമാധാനായിട്ട് ചെല്ല്. സന്ദീപേട്ടന്റെ ഷർട്ടൊക്കെ ഇട്ട് വന്ന്